വോളിയം ബൈ റെവല്യൂഷൻ നമ്മൾ 3 മെത്തേഡ് പഠിച്ചു. ഡിസ്ക് മെത്തേഡ്, വാഷർ മെത്തേഡ് ആൻഡ് ഷെൽ മെത്തേഡ്. ഈ 3 മെത്തേഡ് ഉപയോഗിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഞാനിവിടെ ചെയ്തേക്കുന്നത്. മനസ്സിലാകാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറയുകയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: എ റീജിയൻ ഈസ് ബൗണ്ടഡ് ബൈ ദ ലൈൻസ് y ഈക്വൽ എക്സ് സ്ക്വയർ, എക്സ് ഈക്വൽ ടു 2 ആൻഡ് എക്സ് ആക്സിസ്. ഫൈൻഡ് ദ വോളിയം ഓഫ് ദ സോളിഡ് ജനറേറ്റഡ് ബൈ റിവോൾവിംഗ് ദ റീജിയൻ അബൌട്ട് എ എക്സ് ആക്സിസ്, ബി വൈ ആക്സിസ്. അപ്പോൾ നമുക്ക് y ഈക്വൽ ടു എക്സ് സ്ക്വയർ ഒരു കർവുണ്ട്, എക്സ് ഈക്വൽ ടു 2 ഒരു ലൈനുണ്ട്, എക്സ് ആക്സിസ് ഉണ്ട്. ഇതിന് ഇടയ്ക്കുള്ള ഈ ഷെയ്ഡഡ് പോർഷനാണ് നമ്മുടെ റീജിയൻ. അത് എക്സ് ആക്സിസിന് ചുറ്റും റിവോൾവ് ചെയ്ത് കിട്ടുന്ന സോളിഡിൻ്റെ വോളിയം, അതുപോലെ തന്നെ വൈ ആക്സിസിന് ചുറ്റും റിവോൾവ് ചെയ്ത് കിട്ടുന്ന സോളിഡിൻ്റെ വോളിയം. അപ്പോൾ നമുക്ക് എബൌട്ട് എക്സ് ആക്സിസ് ആദ്യം ചെയ്യാം. അപ്പോൾ ഇതാണ് ഫിഗർ. ഞാനൊരു സ്ട്രിപ്പ് വരച്ചു. സ്ട്രിപ്പ് ഇങ്ങനെ ആയിരിക്കുന്നത്. ആ സ്ട്രിപ്പിൻ്റെ ഒരറ്റം എന്താ, നമ്മുടെ ആക്സിസ് ആയ എക്സ് ആക്സിസ് ടച്ച് ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് ഡിസ്ക് മെത്തേഡ് വഴി ചെയ്യാം. അപ്പോൾ ഡിസ്ക് മെത്തേഡ് വഴി ചെയ്യുമ്പോൾ ഇക്വേഷൻ എന്താണ്? വോളിയം ഈക്വൽ ഇൻ്റഗ്രൽ എ ടു ബി പൈ ഓഫ് ആർ ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സ്. അപ്പോൾ നോക്കിയേ, ആർ ഓഫ് എക്സ് വേണം, റേഡിയസ് വേണം, അതായത് ഈ സ്ട്രിപ്പിൻ്റെ നീളം വേണം. സ്ട്രിപ്പിൻ്റെ അടിയിൽ എന്താ, എക്സ് ആക്സിസ് ആണ്, എന്ന് വെച്ചാൽ വൈ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ മേളിൽ എന്തോ വൈ ഈക്വൽ ടു എന്ന് വേണം. വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നാണ് തന്നത്. അപ്പോൾ ഇതിൻ്റെ നീളം എന്തോ എക്സ് സ്ക്വയർ മൈനസ് 0 എന്താണ്, എക്സ് സ്ക്വയർ. അപ്പോൾ ആർ ഓഫ് എക്സ് എന്താ, എക്സ് സ്ക്വയർ. ഇനി ഈ സ്ട്രിപ്പ് എന്താ, ഇങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ പോകണ്ട, അതായത് 0 to 2. അപ്പോൾ ലിമിറ്റ് എന്ന് വെച്ചാൽ 0യും 2 ആണ്. അപ്പോൾ വോളിയത്തിൻ്റെ ഇക്വേഷൻ എഴുതുക, ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0 to 2 പൈ ഇൻറ്റു എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഡി എക്സ്, അതായത് എക്സ് റൈസ് ടു 4 പൈ വെളിയെടുത്തു. എക്സ് റൈസ് ടു 4ൻ്റെ ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു 5/5. ലിമിറ്റ് 0 to 2 കൊടുക്കുമ്പോൾ എന്താ, 32 π/5. ഇനി ഇത് ക്വസ്റ്റ്യൻ തന്നെ ഞാൻ ഷെൽ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്തേക്കാണ്. അപ്പോൾ നോക്കിക്കേ, ഇതേ ഫിഗറാണ്. ഷെൽ മെത്തേഡ് ആകുമ്പോൾ എന്ത്, എക്സ് ആക്സിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത് കൊണ്ട് എക്സ് ആക്സിസിന് പാരലായിട്ടാണ് സ്ട്രിപ്പ് വരയ്ക്കേണ്ടത്. ഇവിടെ എന്താണ്, ഡിസ്ക് മെത്തേഡ് ആയതുകൊണ്ട് പെർപെൻഡിക്കുലർ ആണ് വരച്ചത്. നമ്മൾ പഠിച്ചു, ഡിസ്കിനും വാഷറിനും പെർപെൻഡിക്കുലർ ആണ്, ഷെൽ മെത്തേഡിന് പാരലാണ്. അപ്പോൾ എക്സ് ആക്സിസ് റിവോൾവ് ആയതുകൊണ്ട് എക്സ് ആക്സിസിന് പാരലായിട്ട് ഒരു സ്ട്രിപ്പ് വരച്ചു. അത് ഇവിടുന്ന് വൈ ദൂരം മാറിയാണ്. അപ്പോൾ ഈ ഇത്രയും ദൂരമാണ് നമ്മുടെ ഷെൽ റേഡിയസ്, ഈ ദൂരം. ഇനി ഷെൽ ഹൈറ്റ് എന്ന് വെച്ചാൽ ഈ നീളം, ആ നീളം എന്ന് വെച്ചാൽ എന്ത്, ഈ പോയിൻ്റ് മൈനസ് ഈ പോയിൻ്റ് ആയിരിക്കും. കാരണം ഒരു നമ്പർ ലൈനിലെ മാക്സിമം നമ്പർ എവിടെ, റൈറ്റിലും സ്മോളർ നമ്പർ ലെഫ്റ്റിലുമാണ്. അപ്പോൾ ഈ സ്ട്രിപ്പിൻ്റെ നീളം എന്ന് വെച്ചാൽ ഈ പോയിൻ്റ് മൈനസ് ഈ പോയിൻ്റാണ്. ഇതെന്താ, എക്സ് ഈക്വൽ ടു 2. അപ്പോൾ ഇവിടെ എന്താ, എക്സ് ഈക്വൽ ടു എന്ന് വേണം. നമുക്ക് വൈ ഈക്വൽ എക്സ് സ്ക്വയർ എന്നാണ് തന്നേക്കുന്നത്. അതിന് എക്സ് ഈക്വൽ ടു എന്താ എഴുതാം, റൂട്ട് വൈ എന്ന് എഴുതാം. അപ്പോൾ ഈ പോയിൻ്റ് 2ഉം ഈ പോയിൻ്റ് റൂട്ട് വൈ. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എന്തുവാ, 2 മൈനസ് റൂട്ട് വൈ. അപ്പോൾ ഷെൽ റേഡിയസ് വൈയും ഷെൽ ഹൈറ്റ് 2 മൈനസ് റൂട്ട് വൈ. ഇനി ഈ സ്ട്രിപ്പ് എവിടെ തൊട്ട് വരും, ഈ താഴത്തെ അറ്റം തൊട്ട് മേളത്തെ അറ്റം വരെ. മേളത്തെ അറ്റം ഏതാ, 4 ആണ് അല്ലേ. ഇവിടെ എക്സ് ഈക്വൽ ടു 2 അല്ലേ. നമ്മൾ വൈ ഈക്വൽ എക്സ് സ്ക്വയറും എക്സ് ഈക്വൽ ടു 2ഉം രണ്ടും കൂടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എന്താ, ഈ പോയിൻ്റ് വൈ ഈക്വൽ ടു 4 എന്ന് കിട്ടും. അപ്പം നോക്കിയേ, വൈയുടെ ലിമിറ്റ് 0 to 4. അപ്പോൾ ഇക്വേഷൻ എഴുതുക, വി ഈക്വൽ ഇൻ്റഗ്രൽ എ ടു ബി 2 പൈ ഇൻറ്റു ഷെൽ റേഡിയസ് ഇൻറ്റു ഷെൽ ഹൈറ്റ് ഇൻറ്റു ഡി വൈ. 0 to 4 2 പൈ. ഷെൽ റേഡിയസ് എന്ന് വെച്ചാൽ വൈ ആണ്, ഷെൽ ഹൈറ്റ് എന്ന് വെച്ചാൽ 2 മൈനസ് റൂട്ട് വൈ ആണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് 32 π/5 എന്ന് കിട്ടും. കണ്ടോ, രണ്ട് രീതി ചെയ്തപ്പോഴും സെയിം ആൻസറാണ് കിട്ടിയത്. ഇനി നോക്കിയേ, ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് എബൌട്ട് വൈ ആക്സിസ് ചെയ്യാം. അപ്പോൾ വൈ ആക്സ് ഇതാണ്, വൈ ആക്സ് ഇതിന് ചുറ്റുമാണ് റിവോൾവ് ചെയ്യുന്നത്. അപ്പോൾ സെയിം ഫിഗർ ഇതിന് ചുറ്റുമാണ് റിവോൾവ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിയേ, നമുക്ക് വാഷർ മെത്തേഡ് വഴി ചെയ്യാം. അതായത് സ്ട്രിപ്പ് പെർപെൻഡിക്കുലറായിട്ട് സ്ട്രിപ്പ് വരച്ചപ്പോൾ സ്ട്രിപ്പിൻ്റെ ഒരറ്റം പോലും നമ്മുടെ ആക്സിസ് ആയ വൈ ആക്സിസ് ടച്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് വാഷർ മെത്തേഡ് ഉപയോഗിക്കാം. വാഷർ മെത്തേഡ് ആകുമ്പോൾ
ക്യാപിറ്റൽ ആറും ഉണ്ട് സ്മോൾ ആറും ഉണ്ട്. ക്യാപിറ്റൽ ആർ എന്തുവാ? 2 മൈനസ് 0 എന്താണ്? 2 ആണ്. അതായത് ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള ദൂരം ക്യാപിറ്റൽ ആർ. അപ്പോൾ ഇത് എക്സ് ഈക്വൽ ടു 2 ആണ്. ഇത് വൈ ആക്സിസ് ആയതുകൊണ്ട് എക്സ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഈ നീളം എന്തുവാ? 2 മൈനസ് 0 2. ഇനി എന്താ? സ്മോളർ റേഡിയസ് ഈ പോയിൻ്റ് മൈനസ് ഈ പോയിൻ്റാണ്. ഇതെന്താ? വൈ ആക്സിസ് ആയതുകൊണ്ട് എക്സ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇവിടെ എക്സ് ഈക്വൽ ടു എന്ന് വേണം. എക്സ് ഈക്വൽ ടു വരുമ്പോൾ റൂട്ട് വൈ ആണ്. അപ്പോൾ ഈ പോയിൻ്റ് റൂട്ട് വൈ മൈനസ് 0 റൂട്ട് വൈ ആണ്. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ ആർ ഓഫ് വൈ 2ഉം സ്മോൾ ആർ ഓഫ് വൈ റൂട്ട് വൈ ആണ്. ഇനിയും വൈയുടെ ലിമിറ്റ് എന്തുവാ? 0 to 4 ആണ്. ഇനിയും ഇക്വേഷൻ എഴുതുക. വി ഈക്വൽ ഇൻ്റഗ്രൽ എ ടു ബി പൈ ഇൻറ്റു ക്യാപിറ്റൽ ആർ ഓഫ് വൈ സ്ക്വയർ മൈനസ് സ്മോൾ ആർ ഓഫ് വൈ സ്ക്വയർ ഡി വൈ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് 4 ആണ്, ഇത് റൂട്ട് വൈ ആണ്. ഇത് 2 ആണ്, ഇത് റൂട്ട് വൈ ആണ്. അപ്പോൾ 2ൻ്റെ സ്ക്വയർ 4 ആണ്, റൂട്ട് വൈയുടെ സ്ക്വയർ വൈ ആണ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ആൻസർ 8π എന്ന് കിട്ടി. ഇനി ഇത് തന്നെ നമുക്ക് ഷെൽ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫിഗർ ഇതാണ്. എബൌട്ട് വൈ ആക്സിസ് ആയതുകൊണ്ട് ഷെൽ മെത്തേഡ് സ്ട്രിപ്പ് എന്തോ വൈ ആക്സിസിന് പാരലായിട്ട് വരച്ചു. അതായത് ഇവിടുന്ന് എക്സ് ദൂരം മാറി. അതാണ് ഷെൽ റേഡിയസ്. ഷെൽ ഹൈറ്റ് എന്ന് വെച്ചാൽ ഈ ദൂരം. താഴെ എന്തുവാ? എക്സ് ആക്സിസ് ആണ്, വൈ ഈക്വൽ ടു 0. അപ്പോൾ മേളിൽ എന്താ? വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ഈ ദൂരം എന്തുവാ? എക്സ് സ്ക്വയർ മൈനസ് 0 എക്സ് സ്ക്വയർ. ഇനി എക്സിൻ്റെ ലിമിറ്റ് എന്താ? 0 to 2 ആണ്. ഇക്വേഷൻ എന്താ? വോളിയം ഈക്വൽ ഇൻ്റഗ്രൽ എ ടു ബി 2π ഷെൽ റേഡിയസ് ഇൻറ്റു ഷെൽ ഹൈറ്റ് ഇൻറ്റു ഡി എക്സ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ 0 to 2 2π. ഷെൽ റേഡിയസ് എക്സ് ആണ്, ഷെൽ ഹൈറ്റ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് ക്യൂബ് ആവും. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് റൈസ് ടു 4/4 ആണ്. ലിമിറ്റ് 0 to 2 കൊടുക്കുമ്പോൾ നമുക്ക് 8π കിട്ടും. രണ്ട് രീതി ചെയ്തപ്പോഴും 8π കിട്ടും. അപ്പോൾ നമ്മൾ ഡിസ്ക് മെത്തേഡും വാഷർ മെത്തേഡ് ഷെൽ മെത്തേഡ് ഉപയോഗിച്ച് ഓരോ എക്സാമ്പിളായിട്ട് നമ്മൾ ചെയ്തു. മനസ്സിലായല്ലോ? ഒരു ക്വസ്റ്റ്യൻ കൂടെ. ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് y ഈക്വൽ എക്സ് സ്ക്വയർ ലൈൻ y ഈക്വൽ 2 മൈനസ് എക്സ് ആൻഡ് y ആക്സിസ് ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ഈസ് റിവോൾവ്ഡ് എബൌട്ട് y ആക്സിസ് ടു ജനറേറ്റ് എ സോളിഡ്. ഫൈൻഡ് ദ വോളിയം. അപ്പോൾ നമ്മുടെ ഫിഗർ ഇതാണ്. നമുക്ക് കർവ് ഏതാ? y ഈക്വൽ എക്സ് സ്ക്വയർ ഉണ്ട്, y ഈക്വൽ 2 മൈനസ് എക്സ് ഉണ്ട്, y ആക്സ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ ഷെയ്ഡ് പോർഷനാണ് നമ്മുടെ ഫിഗർ. അപ്പോൾ നോക്കി നമുക്ക് ഷെൽ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എന്താ? എബൌട്ട് വൈ ആക്സിസിൽ റിവോൾവ് ചെയ്യുന്നത്. അപ്പം വൈ ആക്സിസിന് പാരലായിട്ട് ഒരു സ്ട്രിപ്പ് വരച്ചു. അപ്പോൾ ഇവിടുന്ന് എക്സ് ദൂരം മാറിയാണ്. അപ്പോൾ ഷെൽ റേഡിയസ് എക്സ് ആണ്. ഷെൽ ഹൈറ്റ് എന്ന് വെച്ചാൽ ഈ നീളം. ഇത് y മൈനസ് 2x, ഇത് y ഈക്വൽ എക്സ് സ്ക്വയർ. അപ്പോൾ എന്താ? 2 മൈനസ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ. ഇനി എക്സിൻ്റെ ലിമിറ്റ് എന്താ? 0 to 1 ആണ്. കാരണം പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ 1 കിട്ടും. അപ്പം ഇക്വേഷൻ എഴുതുക. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 5π/6 എന്ന് കിട്ടും. ഇനി ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്ക് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ ഡിസ്ക് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നോക്കി, നമ്മൾ സ്ട്രിപ്പ് വരച്ചാൽ ഈ 1 എന്ന് പറഞ്ഞ പോയിൻറ്റിന് താഴെ സ്ട്രിപ്പ് വരച്ചാൽ എന്തോ? സ്ട്രിപ്പിൻ്റെ ഒരറ്റം y ആക്സിസും മറ്റേ അറ്റം y ഈക്വൽ എക്സ് സ്ക്വയറിലാണ്. പക്ഷേ ഈ 1ന് മേളിലായാലോ ഒരറ്റം y ആക്സിസും പക്ഷേ മറ്റേ അറ്റം എന്തോ? y ഈക്വൽ 2 മൈനസ് എക്സിലാണ്. ഇവിടെ വേറൊരു കർവിലാണ്, ഇവിടെ വേറൊരു കർവിലാണ്. അപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടെണ്ണത്തിൻ്റെ പ്ലസ് ആയിട്ടാണ് എഴുതുന്നത്. അപ്പോൾ ഈ 0 to 1 വരെ പ്രത്യേകം ചെയ്യും, 1 to 2 പ്രത്യേകം ചെയ്യും. അപ്പോൾ 0 to 1 ആകുമ്പം ഇത്രയും ഫിഗർ അവിടെ നമ്മുടെ സ്ട്രിപ്പ് റേഡിയസ് അതെന്തുവാ? ഈ നീളം എന്തുവാ? ഇത് y ആക്സിസ് ആയതുകൊണ്ട് എന്താ പറയാം? എക്സ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ എക്സ് ഈക്വൽ ടു എന്ന് വേണം. y ഈക്വൽ എക്സ് സ്ക്വയർ ആകുമ്പോൾ എക്സ് ഈക്വൽ ടു എന്തുവാ? റൂട്ട് വൈ. അതുകൊണ്ടാണ് ഇത് റൂട്ട് വൈ എന്ന് എഴുതി. ഇനി ഇവിടെ നോക്കിയേ, ഈ നീളം ഇത് y ആക്സിസ് ആയതുകൊണ്ട് എക്സ് ഈക്വൽ ടു 0. ഇതും എക്സ് ഈക്വൽ ടു എന്ന് എഴുതുമ്പം എക്സ് ഈക്വൽ 2 മൈനസ് വൈ. അതാണ് ഈ റേഡിയസ്. എന്നിട്ട് നമ്മൾ വോളിയം ഈസ് ഈക്വൽ ടു 0 to 1 പ്ലസ് 1 to 2. നമ്മൾ റേഡിയസ് ഇട്ട് കൊടുക്കുന്നു, ഇങ്ങനെ എഴുതുന്നു.
നോക്കിയേ, സ്റ്റെപ്പ് മനസ്സിലാവുന്നതേ ഉള്ളൂ. ചെയ്യുമ്പോൾ നമുക്ക് 5π/6 എന്ന് തന്നെ കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ട്രൈ ചെയ്യണേ. അപ്പോൾ നമ്മൾ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ 2 മെത്തേഡിൽ ചെയ്തു.